നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പ്രൈവറ്റ് മാനേജ്മെൻറ്റ് അസോസിയേഷനായ PNC മാക്കി വഴിയുള്ള BSc നഴ്സിംഗിൻ്റെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. മാനേജ്മെൻറ്റ് സീറ്റുകൾ മാത്രമാണ് ഇവരുടെ അവൈലബിൾ ആയിട്ടുള്ളത്. LBSലെ സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ നൽകുന്ന ഫീസുകൾ മാത്രമാണ് ഇവിടെയും നൽകേണ്ടത്. ഡൊണേഷനൊന്നും നൽകേണ്ട ആവശ്യമില്ല. SC ST OEC ഫിഷർമാൻ, OBC ജനറൽ EWS തുടങ്ങിയ കാറ്റഗറിയിലുള്ള എല്ലാവർക്കും ഒരേ ഫീസ് തന്നെയാണ് ഇവിടെ നൽകേണ്ടത്. ഈ ഗ്രാൻസ് സ്കോളർഷിപ്പുകളും അതുപോലെ മറ്റ് സ്കോളർഷിപ്പുകൾക്കൊന്നും അപ്ലൈ ചെയ്യുവാൻ സാധിക്കുകയില്ല. മുഴുവൻ ഫീസുകളും നൽകേണ്ടതായിട്ടുണ്ട്. അപ്ലൈ ചെയ്യുന്ന സമയത്ത് 10 കോളേജുകൾ മാത്രമാണ് ഓപ്ഷനായിട്ട് വയ്ക്കുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് കോളേജിലാണോ ലഭിക്കുവാനുള്ള സാധ്യത എന്ന് മനസ്സിലാക്കിയതിന് ശേഷം വേണം കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. ഗൂഗിളിൽ PNC മാക്ക് എന്ന് സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ PNC മാക്കിൻ്റെ വെബ്സൈറ്റാണ് ഓപ്പൺ ആകുന്നത്. അതിൽ ആദ്യമായിട്ട് രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ BSc നഴ്സിംഗ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആകും. അതിൽ നിങ്ങൾ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇവിടെ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്ത് ഫില്ല് ചെയ്യുക. അതിനുശേഷം രജിസ്റ്റർ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യണം. രജിസ്റ്റർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അപ്ലൈ ചെയ്യാനുള്ള ആപ്ലിക്കേഷൻ ഫോം ഓപ്പൺ ആകുന്നതാണ്. അതിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കഫേ വഴിയോ അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഏറ്റവും മുകളിലായിട്ട് പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കോളേജസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ കോളേജുകളുടെ ലിസ്റ്റും കാണുവാനായിട്ട് സാധിക്കും. പ്രോസ്പെക്ടസ് ഡൗൺലോഡ് ചെയ്തെടുക്കണം. അത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം വേണം ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുവാൻ. കോളേജ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ PNC മാക്കിലുള്ള കോളേജുകളുടെ ലിസ്റ്റാണ് വരുന്നത്. ഇതിൽ നിന്നാണ് നിങ്ങൾ 10 കോളേജുകൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഓപ്ഷനായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. 48 കോളേജുകളാണ് ഇപ്പോൾ ലിസ്റ്റിലുള്ളത്. ഇതിൽ നിന്ന് 10 കോളേജുകൾ മാത്രമേ സെലക്ട് ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഓരോ അലോട്ട്മെൻറ്റുകൾ കഴിയുമ്പോഴും പുതിയ കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്നതാണ്. 2024-25 PNC മാക്കിൻ്റെ പ്രോസ്പെക്ടസ് ആണ് ഇത്. BSc നഴ്സിംഗ് കോഴ്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ട് ഉള്ളത്. +2 ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഇംഗ്ലീഷ് എന്നീ വിഷയങ്ങൾ 50% മാർക്കോടുകൂടി പാസ്സായ കുട്ടികൾക്ക് അപ്ലൈ ചെയ്യാം. സെക്കൻഡ് ഇയറിലെ +2 രണ്ടാമത്തെ വർഷത്തെ മാർക്കാണ് കൺസിഡർ ചെയ്യുന്നത്. +1 മാർക്ക് ഇതിനു വേണ്ടി കൺസിഡർ ചെയ്യുന്നതല്ല. കാൽക്കുലേറ്റ് ചെയ്യുന്നത് LBSലെ ഇൻഡെക്സ് മാർക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതിയിലല്ല, ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്താൽ മതി. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നീ വിഷയങ്ങൾ 120 നിന്നാണ്. അത് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ 360. 100 മാർക്കിൻ്റെയാണ് ഇംഗ്ലീഷ്. 460 നിന്നുള്ള മാർക്ക് ഡയറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യുന്ന കുട്ടികളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് അലോട്ട്മെൻറ്റ് നടത്തി അഡ്മിഷൻ നടത്തുന്നത്. www.pncmac.in എന്ന വെബ്സൈറ്റിലൂടെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. 1200 രൂപയാണ് ആപ്ലിക്കേഷൻ ഫീസ്. എല്ലാ കാറ്റഗറിയിലും ഉള്ളവർ 1200 ഫീയാണ് ആപ്ലിക്കേഷൻ ഫീസായിട്ട് നൽകേണ്ടത്. ആപ്ലിക്കേഷൻ ഫീസ് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതല്ല. help@pncmac.in എന്ന ഇമെയിൽ IDയിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് ചെയ്യാവുന്നതാണ്. NRI സീറ്റുകളും അവൈലബിൾ ആണ്. NRI സീറ്റിലെ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ NRI ഡോക്യുമെൻറ്റ്സുകൾ ആപ്ലിക്കേഷൻ്റെ കൂടെ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. ആപ്ലിക്കേഷൻ്റെ കൂടെ NRI ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കാത്ത ആപ്ലിക്കേഷനുകൾ NRI സീറ്റിന് വേണ്ടി പരിഗണിക്കുന്നതല്ല. അതുകൊണ്ട് NRI സീറ്റുകൾ ആവശ്യമുള്ള കുട്ടികൾ ആപ്ലിക്കേഷൻ നൽകുന്നതിന് മുമ്പായിട്ട് NRI ഡോക്യുമെൻറ്റ്സുകൾ കളക്ട് ചെയ്തതിന് ശേഷം അപ്ലൈ ചെയ്യണം. CBSE കുട്ടികൾക്ക് 10% വെയിറ്റേജ് നൽകുന്നുണ്ട്. NRI സീറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ NRI ഡോക്യുമെൻറ്റ്സുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. സ്പോൺസർഷിപ്പ് സർട്ടിഫിക്കറ്റ്, അറ്റസ്റ്റ് ചെയ്ത പാസ്പോർട്ട് കോപ്പി, വില്ലേജ് ഓഫീസറിൽ നിന്നോ തഹസീൽദാറിൽ നിന്നുള്ള റിലേഷൻഷിപ്പ് തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കുട്ടികൾക്ക് SMS നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്ക് വരുന്നതാണ്. അതുകൊണ്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് വാലിഡായിട്ടുള്ള മൊബൈൽ നമ്പർ കൊടുക്കണം. തെറ്റുകളൊന്നും വരാതെ വേണം കൊടുക്കുവാനായിട്ട്. സെലക്ഷൻ ലഭിക്കുന്ന കുട്ടികൾ കോളേജിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഫസ്റ്റ് ഇയറിലെ ഫീസ് മുഴുവനും നൽകേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിലെ ഫീസായിട്ട് 73,025 രൂപ, സ്പെഷ്യൽ ഫീസായിട്ട് 23,300 രൂപയാണ് ഫസ്റ്റ് ഇയറിൽ അടയ്ക്കേണ്ടത്. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിൽ സ്പെഷ്യൽ ഫീസ് 19,300 രൂപയാണ്. കോഷൻ ഡിപ്പോസിറ്റ് 10,000 രൂപ ഫസ്റ്റ് ഇയറിൽ മാത്രമാണ് നൽകേണ്ടത്. ജോയിൻ ചെയ്യുന്ന സമയത്ത് 73,025 രൂപ, 23,300, 10,000 രൂപ കോഷൻ ഡിപ്പോസിറ്റ്. ഈ തുക ജോയിൻ ചെയ്യുന്ന സമയത്ത് തന്നെ നൽകണം. തുടർന്നുള്ള 2, 3, 4 വർഷങ്ങളിൽ
ട്യൂഷൻ ഫീസ് 73,025 രൂപയും സ്പെഷ്യൽ ഫീസ് 19,300 രൂപയുമാണ്. അതുകൂടാതെ ഹോസ്റ്റൽ ഫീസ്, മെസ് ഫീസ്, ടെക്സ്റ്റ്, യൂണിഫോം എന്നിവയുടെ ഫീസുകളും നൽകേണ്ടതായിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിലുമുള്ള കുട്ടികൾ ഈ ഫീസ് തന്നെയാണ് നൽകേണ്ടത്. യാതൊരുവിധ ഫീസ് കൺസെഷനുകളും ഒരു വിഭാഗത്തിൽ ഉള്ളവർക്കും ലഭിക്കുന്നതല്ല. ടോക്കൺ ഫീസായിട്ട് അടയ്ക്കുന്ന 10,000 രൂപ ഈ ഫീസിൽ നിന്ന് കുറയ്ക്കുന്നതാണ്. NRI സീറ്റിന് ട്യൂഷൻ ഫീസ് 95,000 രൂപയും സ്പെഷ്യൽ ഫീസ് 23,300 രൂപയുമാണ് ഫസ്റ്റ് ഇയറിൽ നൽകേണ്ടത്. സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിൽ സ്പെഷ്യൽ ഫീസ് 19,300 രൂപയാണ്. കോഷൻ ഡിപ്പോസിറ്റ് 10,000 രൂപയും. NRI ട്യൂഷൻ ഫീസിൽ മാത്രമാണ് വ്യത്യാസമുള്ളത്. മറ്റുള്ള ഫീസുകളെല്ലാം എല്ലാവർക്കും ഒരുപോലെയാണ്. അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ സെലക്ഷൻ ലഭിച്ചിട്ടുള്ള കുട്ടികൾ, കോളേജിൽ കിട്ടിയിട്ടുള്ള കുട്ടികൾ 10,000 രൂപ ടോക്കൺ ഫീസായിട്ട് അതിൽ പറയുന്ന സമയത്തിനുള്ളിൽ തന്നെ അടയ്ക്കണം. ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. ടോക്കൺ ഫീസ് നിശ്ചിത സമയത്തിനുള്ളിൽ അടച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷനുകൾ ക്യാൻസൽ ആവുകയും തുടർന്നുള്ള അലോട്ട്മെൻറ്റുകളിൽ നിന്ന് നിങ്ങളെ റിമൂവ് ചെയ്യുകയും ചെയ്യും. ഒരു അലോട്ട്മെൻറ്റുകളിലും പങ്കെടുക്കാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കുട്ടികൾ നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജാണ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ 10,000 രൂപ ടോക്കൺ ഫീസ് അടയ്ക്കുക. അതിനുശേഷം ഹയർ ഓപ്ഷനായിട്ട് കൊടുത്തിട്ടുള്ള കോളേജുകൾ ലഭിക്കുന്നതിന് വേണ്ടി അടുത്ത അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. 10,000 രൂപ ടോക്കൺ ഫീസ് അടച്ചാൽ മാത്രമാണ് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്. ജൂലൈ 31-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായി നിങ്ങൾക്ക് ലഭിച്ച കോളേജ് താല്പര്യമുള്ളതാണ് എങ്കിൽ ആ കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്യേണ്ടതാണ്. ലഭിച്ച കോളേജിൽ താല്പര്യമില്ലാത്ത കുട്ടികൾ അടുത്ത അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിന് വേണ്ടി 10,000 രൂപ അടച്ചതിന് ശേഷം വെയിറ്റ് ചെയ്താൽ മതി. ലഭിച്ച കോളേജിൽ താല്പര്യമുള്ള കുട്ടികൾ 31-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്യണം. ജോയിൻ ചെയ്യാൻ പോകുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലെ ഫീസ് മുഴുവനും നൽകേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജുമായി കോൺടാക്റ്റ് ചെയ്ത് ഫീസിൻ്റെ കാര്യങ്ങളും അതുപോലെ ഹോസ്റ്റൽ ഫീസ്, ടെക്സ്റ്റ്, യൂണിഫോം അങ്ങനെ ബാക്കി നൽകേണ്ടതായിട്ടുള്ള തുകയുമായി കോൺടാക്റ്റ് ചെയ്ത് അറിയുവാൻ സാധിക്കുന്നതാണ്. 3 അലോട്ട്മെൻറ്റുകളുടെ ഡേറ്റുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓഗസ്റ്റ് 8-ാം തീയതിയാണ് തേർഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത്. ഈ വർഷം കുട്ടികൾ PNC മാക്കിൻ്റെ അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുമ്പോൾ വളരെ ശ്രദ്ധാപൂർവം വേണം പങ്കെടുക്കുവാൻ. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് 24-ാം തീയതിയാണ് പബ്ലിഷ് ചെയ്യുന്നത്. അതിനുശേഷം 29-ാം തീയതി വരെ ടോക്കൺ ഫീസ് അടയ്ക്കുവാനുള്ള സമയമുണ്ട്. കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. കോളേജിൽ ജോയിൻ ചെയ്യേണ്ടത് ജൂലൈ 31-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായിട്ടാണ് കോളേജ്. എന്നാൽ സെക്കൻഡും തേർഡും അലോട്ട്മെൻറ്റുകൾ പബ്ലിഷ് ചെയ്യുന്ന അന്ന് തന്നെ വൈകുന്നേരം 5 മണിക്ക് ശേഷം നിർബന്ധമായും ടോക്കൺ ഫീസ് അടയ്ക്കണം. സെക്കൻഡ് അലോട്ട്മെൻറ്റ് പബ്ലിഷ് ചെയ്യുന്നത് ഓഗസ്റ്റ് 2-ാം തീയതിയാണ്. ഓഗസ്റ്റ് 2-ാം തീയതി തന്നെ വൈകുന്നേരം 5 മണിക്ക് ശേഷം ടോക്കൺ ഫീസ് അടയ്ക്കണം. അതിനുശേഷം 6-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപ് കോളേജിൽ ജോയിൻ ചെയ്യുകയും ചെയ്യണം. തേർഡ് അലോട്ട്മെൻറ്റിൽ പബ്ലിഷ് ചെയ്യുന്നത് ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. ഓഗസ്റ്റ് 8-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് ശേഷം ടോക്കൺ ഫീസ് അടയ്ക്കണം. അതിനുശേഷം 12-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് മുൻപായി കോളേജിൽ നേരിട്ട് എന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യണം. ഓരോ അലോട്ട്മെൻറ്റുകൾ പബ്ലിഷ് ചെയ്തതിന് ശേഷവും അടുത്ത അലോട്ട്മെൻറ്റിന് മുൻപായിട്ട് ജോയിൻ ചെയ്ത കുട്ടികളുടെയും ജോയിൻ ചെയ്യാത്ത കുട്ടികളുടെയും ലിസ്റ്റ് വെബ്സൈറ്റിൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. 48 കോളേജുകളാണ് ലിസ്റ്റിൽ കൊടുത്തിട്ടുള്ളത്. കോളേജുകളുടെ ഫോൺ നമ്പരും അതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള 10 കോളേജുകൾ ഓപ്ഷനായിട്ട് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ ഉൾപ്പെടുത്തണം. LBSലെ അലോട്ട്മെൻറ്റ് പോലെയല്ല. ഇവിടെ ഓരോ അലോട്ട്മെൻറ്റുകൾ കഴിയുമ്പോഴും ലഭിച്ച കോളേജ് നഷ്ടപ്പെടും. കോളേജിൽ ജോയിൻ ചെയ്താൽ മാത്രമേ ആ കോളേജ് നിലനിൽക്കുകയുള്ളൂ. ടോക്കൺ ഫീസ് അടച്ചതിന് ശേഷം അടുത്ത അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കുമ്പോൾ ആദ്യം ലഭിച്ച കോളേജ് നഷ്ടപ്പെടുകയും ചെയ്യും. തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ കോളേജ് ലഭിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുകയുമുള്ളൂ. അതുകൊണ്ട് മാർക്ക് കുറവുള്ള കുട്ടികൾ കോളേജ് ഓപ്ഷനുകൾ അറേഞ്ച് ചെയ്യുമ്പോൾ താല്പര്യമുള്ള കോളേജുകൾ മാത്രമാണ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. താല്പര്യമില്ലാത്ത കോളേജുകൾ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതിന് ശേഷം അതിലേതെങ്കിലും ഒരു കോളേജ് ലഭിച്ചാൽ അവിടെ ജോയിൻ ചെയ്തില്ല എങ്കിൽ തുടർന്നുള്ള അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വേറെ ഒരു കോളേജ് ലഭിക്കുമോ എന്നുള്ള കാര്യം പറയുവാനായിട്ട് സാധിക്കുകയില്ല. അതുകൊണ്ട് വളരെ ശ്രദ്ധാപൂർവം വേണം അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനും കോളേജ് ഓപ്ഷനുകൾ തയ്യാറാക്കുവാനും ലഭിച്ച കോളേജുകളിൽ ജോയിൻ ചെയ്യാതെ അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുവാനും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ്.